ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നടി ആക്രമിക്കപ്പെട്ടിട്ട് 9 വർഷം. അവൾക്കൊപ്പം ക്യാമ്പയിനുമായി WCC. വിവിധ നഗരങ്ങളിൽ മെഴുകുതിരി തെളിയിച്ച് ഐക്യദാർഢ്യം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് 9 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിലെ വിവിധ നഗരങ്ങളിൽ ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ WCC അവൾക്കൊപ്പം എന്ന പേരിലാണ് പരിപാടി. അതിജീവിതയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മെഴുകുതിരി തെളിയിക്കും. 3 വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. 1 കോടി കാത്തിരിക്കുന്നതാരെ? സ്ത്രീ ശക്തി ലോട്ടറി ഫലം ഇന്ന്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ സ്ത്രീശക്തി SS507 ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. ഭാഗ്യശാലിക്ക് 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക. 30 ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനമായി ലഭിക്കുക. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപയും ലഭിക്കും. 50 രൂപയാണ് ടിക്കറ്റിന്റെ വില. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് 9 വർഷം. കടന്നുപോയത് രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ട്വിസ്റ്റുകളുടെയും പോരാട്ടങ്ങളുടെയും 9 ആണ്ടുകൾ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് 9 വർഷം. 2017 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ സംഭവമുണ്ടായത്. കേസിൽ 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. നടൻ ദിലീപ് അടക്കമുള്ളവരെ കുറ്റവിമുക്തമാക്കിയ നടപടിക്കെതിരെ പ്രോസിക്യൂഷൻ ഈ ആഴ്ച അപ്പീൽ നൽകും. യാത്രയിലാണ് നടി ക്രൂരബലാത്സംഗത്തിന് ഇരയായത്. വൈകാതെ സംഭവം റേപ്പ് കൊട്ടേഷൻ എന്ന് പോലീസ് കണ്ടെത്തി. പൾസർ സുനി എന്നയാൾ നേതൃത്വം നൽകിയ അക്രമത്തിൽ അയാൾക്കൊപ്പം 5 പേർ കൂടിയുണ്ടായിരുന്നു. കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപ് എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞത്. 4 സ്റ്റോറി ചോറ്റാനിക്കരയിൽ ആരംഭിച്ചു. രജിത് മേനോൻ, ഡോക്ടർ രജിത് കുമാർ, PP കുഞ്ഞികൃഷ്ണൻ, അബിൻ റാം, വിനോദ് കോവൂർ, വിനീത് തട്ടിൽ, പുതുമുഖ നായികമാരായ സെൽബി സ്കറിയ, ആരാധന ഗോപകുമാർ, ദിവ്യ തോമസ്, കൊമ്മളം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാൻ കേച്ചേരി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന 4 സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം ചോറ്റാനിക്കരയിൽ ആരംഭിച്ചു. എഥൻസ് ആൻഡ് ഹാപ്പി പീപ്പിൾ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം കോളിൻസ് ജോസ് നിർവഹിക്കുന്നു. 4 പെൺകുട്ടികളുടെ ജീവിത പശ്ചാത്തലത്തിൽ ദൃശ്യവൽക്കരിക്കുന്ന 4 സ്റ്റോറി എന്ന സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം അജിത് എഴുതുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള. S ജയശ്രീയെ ED ചോദ്യം ചെയ്തത് 9 മണിക്കൂറോളം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊച്ചി ED ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് 9 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിലാണ് പ്രധാനമായും അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ ഹാജരായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന് മിനിറ്റ്സിൽ തിരുത്തി എഴുതിയത് ജയശ്രീ എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാം എന്ന വ്യവസ്ഥയിലായിരുന്നു അറസ്റ്റ് തടഞ്ഞത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും അപരിചിതർ മാത്രം. ശാരീരിക ബന്ധത്തിൽ ജാഗ്രത വേണം സുപ്രീംകോടതി. വിവാഹത്തിന് മുൻപുള്ള ശാരീരിക ബന്ധങ്ങളിൽ ജാഗ്രത വേണമെന്ന് സുപ്രീംകോടതി. വിവാഹത്തിന് മുൻപ് പുരുഷനും സ്ത്രീയും അപരിചിതരാണെന്നും അതിനാൽ ജാഗ്രത പാലിക്കണം എന്നുമാണ് കോടതിയുടെ പരാമർശം. വിവാഹത്തിന് മുൻപ് എങ്ങനെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചു. ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം. വിവാഹ വാഗ്ദാനം നൽകി 30 വയസ്സുകാരിയായ യുവതിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി. ജസ്റ്റിസുമാരായ BV നാഗരത്നയും ഉജ്വൽ ഭുയാനുമാണ് ഹർജി പരിഗണിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം പ്രതി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായി പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതുകൂടി പരിഗണിച്ച ശേഷമാണ് വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കണമെന്ന് കോടതി പരാമർശിച്ചത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദികൾ ചില യൂട്യൂബേഴ്സ് ആയിരിക്കും. മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നില്ല രേഖ രതീഷ്. തന്നെ തേജോവധം ചെയ്യുന്ന വിധത്തിൽ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുവാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന അഭ്യർത്ഥനയുമായി സീരിയൽ താരം രേഖ രതീഷ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചില യൂട്യൂബേഴ്സ് തന്നെക്കുറിച്ച് മോശം ക്യാപ്ഷനുകൾ നൽകി വ്യാപകമായി വീഡിയോ ചെയ്യുന്നുവെന്നും തനിക്ക് ജീവിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും രേഖ പറയുന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് രേഖയുടെ പരാമർശങ്ങൾ. ചില യൂട്യൂബേഴ്സ് കാരണം താൻ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്ന് നിറകണ്ണുകളോടെ വിവരിച്ചുകൊണ്ടാണ് രേഖയുടെ വീഡിയോ. താൻ 7-8 മാസമായി ജോലിയില്ലാതെ ഫ്ളാറ്റിൽ കഴിയുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനാണ് തനിക്കുള്ളത്. കഴിഞ്ഞ 2 മാസമായാണ് യൂട്യൂബേഴ്സിന്റെ ശല്യം രൂക്ഷമാകുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ തന്നെ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കുമെന്നും അതുകൊണ്ടെങ്കിലും അവരത് അവസാനിപ്പിക്കണമെന്നും രേഖ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.